தாமூரி தம்பிரானோட கனிவுனால உயிர் பிச்சை கிடைச்ச குடும்பம் நாங்க. தம்பிரானுக்காக உயிர் கொடுப்பேன், உயிரையும் எடுப்பேன். அதுதான் என் கடமை. எனக்கு வேற ஒன்றும் அறியல. உனக்கு தெரிஞ்ச உண்மையை சொல்லு உன்னிலி. இல்லைன்னா உங்க ஆளுங்க ஒவ்வொருத்தரையும் இந்த மாதிரி சித்திரவதை பண்ணி நான் உண்மையை வர வைப்பேன். അയ്യാ, മായമ്മയുടെ ആട്ടത്തിന് പാടാൻ വേണ്ടി പെണ്ണൊരുത്തി. അത് മാത്രമായിരുന്നു ഞാൻ. പണം മുഴുവൻ മായച്ചിക്കും, പഴി മുഴുവൻ ഞങ്ങൾക്കും. എത്ര നാളെന്ന് പറഞ്ഞിങ്ങനെ നരയിക്കും. കൊന്നുപോയി തമ്പുരാനെ. ആ മായച്ചി മയക്കിയ പരദേശി ഞാൻ കൊന്നു. ചില്ലറ കാശിന് വ്യാപാരത്തിന് വരണവരെ പോലായിരുന്നില്ല പരദേശി. സ്വർണത്തിന് സ്വർണം, പണത്തിന് പണം. ഇങ്ങനെ ഒരാളെ കിട്ടണമെങ്കിൽ അടുത്ത മാമാങ്കക്കാലം വരെ നോമ്പ് നോക്കണം. അതുവരെ ആരുണ്ടെന്ന് ആര് കണ്ടു? കൊല്ലണമെന്നില്ലായിരുന്നു തമ്പുരാനെ. പിഴ പറ്റിയത് ഈ കൂന്തിയെന്നാര് പറഞ്ഞ വാക്ക് കേട്ടിട്ട. മതിര കൊടുത്തും കറുപ്പ് കൊടുത്തും പരദേശിയെ മയക്കിയിട്ട് സൂത്രത്തിൽ ആ രത്നം വിൽക്കാനായിരുന്നു ഞങ്ങളുടെ നീക്കം. ആട്ടക്കാരികളുടെ കയ്യിലെ രത്നം എന്ന് കേട്ടപ്പോ പരദേശി വിശ്വസിച്ചു പോയല്ലേ? വിശ്വസിച്ചില്ല തമ്പുരാനെ. ഇവിടുന്ന് കരുതുന്ന പോലെ പരദേശി വെറും കച്ചവടക്കാരനായിരുന്നില്ല, മഹാസൂത്രക്കാരൻ. തലകാപ്പ് നായർക്ക് ലന്തക്കാര് സമ്മാനമായി നൽകിയ രത്നം, ആ മുതലിന് വില പറയാൻ വള്ളുവനാട്ടിൽ ആരാ? അത് വിൽക്കാനാ നോക്കിയത് പരദേശിക്ക്. ആട്ടരാത്രി മാളികയുടെ പുറകില് കാവില് വെച്ചായിരുന്നു കൈമാറ്റത്തിന് ഇടം കുറിച്ചത്. മായച്ചി അറിഞ്ഞ എന്നെ കൊല്ലും. പാത്തും പതുങ്ങിയും പേടിച്ചാ ഞാൻ അവിടെ പോയെ. രത്നം കൈ കിട്ടിയ വ്യാപാരിയുടെ വിധം മാറി. അത് വെറും കണ്ണാടിച്ചില്ലാന്ന്. എന്നാ പിന്നെ അത് തിരിച്ചു താന്ന് പറഞ്ഞപ്പോ അയാളത് കൈക്കലാക്കി കടന്നു കളയുമെന്ന് തോന്നി. പിടിച്ച പിടി ഞാനും വിട്ടില്ല. ഹരയിൽ വെച്ച കത്തി എന്റെ കഴുത്തിൽ വയ്ക്കുന്നായപ്പോ സകല ദൈവങ്ങളെ വിളിച്ച് ഞാനത് ചെയ്തു. ആ പരദേശി ചത്തു. ശവം വലിച്ചിടാൻ നോക്കിയപ്പോ ആളെ അന്വേഷിച്ച അന്ന കുമരനാണ് കണ്ടതും വലിയ വായിൽ നിലവിളിച്ച് ആളെ കൂട്ടിയതും. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനാ മായച്ച് സമാധാനം പറയുന്നേ? എന്റെ ഭാഗം ഏറ്റു പറഞ്ഞ് അവരെ ഞാൻ കയറ്റിവിട്ടു തമ്പുരാനെ. ജീവിക്കാൻ ചെയ്തു പോയതിന് ശിക്ഷ എന്തു തന്നെയായാലും കൽപ്പിച്ച് തീരുമാനിച്ചാലും. ഉണ്ണീലി, മായമ്മയ്ക്ക് തെറ്റി. നീ വെറും പാട്ടുകാരി മാത്രമല്ല, നീയാണ് ആട്ടക്കാരി, ശരിയായ ആട്ടക്കാരി. ഇല്ലാത്ത രത്നത്തിന്റെ പൊരുൾ അവിടെ നിൽക്കട്ടെ. കൈതമുള്ളുകൾ നിറഞ്ഞ പൊന്തകളാണ് ആ കാവിന് ചുറ്റും. കോയയുടെ ദേഹം കാണാൻ നീ അവിടെ പോയിരുന്നുവെങ്കിൽ മേലാസകലം കീറി മുറിയാതെ തിരിച്ചു വരാനാവില്ല നിനക്ക്. ചെളി പുതഞ്ഞ ആ മണ്ണിൽ നിന്റെ കാൽപാദങ്ങൾ പതിഞ്ഞിട്ടില്ല. നീ ആട്ടമാളികയിൽ നിന്ന് പുറത്തു പോയിട്ടുമില്ല. നീ വിൽക്കാൻ ശ്രമിച്ച ആ രത്നത്തിന്റെ ലക്ഷണം എന്തായിരുന്നു പുറത്തേ? അതെവിടെ പോയി എന്ന് നിശ്ചയുണ്ടാവില്ല നിനക്ക്. ഇതാണോ ഉണ്ണീലി പറഞ്ഞ ആ പൊരുൾ? ആട്ടം നടന്ന രാത്രിയിൽ നീ ഇത് കച്ചവടം ചെയ്തത് പരദേശി സമർക്കോയ്ക്കല്ല, അന്ന് നിന്നോടൊപ്പം ഉണ്ടായിരുന്ന പട്ടരജമാനനിൽ നിന്ന് തന്നെയാണ് ഈ മുക്കുകല്ല് കണ്ടെടുത്തത്. മാത്രമല്ല, ഒരാളെ കൊല്ലാനുള്ള കൈക്കരുത്തായോ കുഞ്ഞി നിനക്ക്? നീ കാണിച്ച കൂത്തിന്റെ ആൾമറയ്ക്ക് പിന്നിൽ ആരെ ഒളിപ്പിച്ചാലും ഇന്ന് ചന്ദ്രാസ്തമയത്തിന് മുമ്പ് താമൂരി തമ്പുരാന്റെ ഈ തലച്ചെന്നോർ അവരെ വെളിച്ചത്ത് കൊണ്ടുവന്നിരിക്കും. കൺപോളെ അടയാൻ സമ്മതിക്കരുത് ഇവളെ. മായം അറിയുന്നത് എപ്പോഴെന്ന് ഞാൻ കാണിച്ചു തരാം. പുറപ്പെട്ടു പോയവരുടെ പിറകെ പോയവരെവിടെ രാമ?
പുകഴ്ത്തും വാഴ്ത്തും കൊണ്ട് ദ്രാവിഡ കവികളുടെ മഷിക്കുപ്പികൾ കാലിയാക്കിയ ഈ മോഹിനിയുടെ കണ്ണുകൾ മൂടിയതെന്തേ? തുണിശീല മാറ്റിയാൽ ഇവൾ വാൾത്തലപ്പുകളെ പോലും മയക്കുമെന്ന് കരുതി. അതോ ഉഗ്രരൂപിണിയുടെ കണ്ണിൽ നിന്നും തീ ചിതറുമെന്ന് ഭയന്നിട്ടോ? തക്കം കിട്ടിയവള് കടന്നു കളയോന്ന്. പടയും കൂട്ടിപ്പോയ തലകാപ്പിന് പട്ടിണി കിടക്കട്ടെ. ഈ ശീലാഴ്ച മാറ്റ്. ഇവൾ കണ്ട സത്യം എനിക്കും കാണണം. ഇഷ്ടായോ? ഇതിനേക്കാൾ നല്ലതൊന്നുണ്ടേ. എന്റേത് മാത്രമായ മായയ്ക്ക് ഞാൻ കെട്ടുന്ന താലി. പ്രമാണിമാർക്ക് മുന്നിൽ ആടുന്നവൾക്കും താലിയോ? ആരാ പ്രമാണി? വെട്ടത്ത് നാട്ടിലെയും ഏറനാട്ടിലെയും ഈടും മൂടും വിറ്റ് ഒരു രാത്രിക്കുള്ള പങ്കുപ്പിച്ചു വരുന്ന കേമന്മാരോ? മടിശീല കൊണ്ടല്ല, മനസ്സുകൊണ്ട് നിൽക്കുന്നവനാരാരിച്ച്. വരാൻ പോകുന്ന മാമാങ്കമേളയ്ക്ക് മുന്നേ ഞാനിത് ന്യായം കണ്ടെത്തും. വിളിച്ചിറക്കി കൊണ്ടുവരാൻ വരികയും ചെയ്യും. രാരിച്ചന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടായിരുന്നു മാമാങ്കത്തിന് മുന്നേ പരദേശി വ്യാപാരി സമർക്കോയെ എത്തിയത്. രണ്ടും കരുതിയാ ഞാൻ ചെന്ന് കയറിയ തമ്പുരാനെ. മാമംഗം കഴിയുമ്പോഴേക്കും മായച്ചും കൂടി പരദേശത്ത് പോയാലോ? ഞാൻ നിന്ന് കത്തി തമ്പുരാനെ. എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റിയില്ല.